ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അതായത് എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, അങ്ങനെ പുതിയൊരു വർഷം കൂടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു പോവുകയും പുതിയൊരു വർഷം കിട്ടുകയും ചെയ്തിട്ടുള്ള സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നുന്നൊരു നിമിഷമാണ് അല്ലേ നമ്മളുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ആ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് ഈ ഒരു വർഷത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഇരട്ടി മധുരത്തിൻ്റെ നാലിരട്ടി മധുരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രത്തോളം സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. എല്ലാം കൂടെ ഒന്ന് ഇൻക്ലൂഡ് ആക്കാനും കാര്യങ്ങൾക്കൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. എന്നാലും എന്നെ കൊണ്ട് ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ ഇതിൽ കൂടുതലായിട്ടും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിട്ട് വോയിസ് കട്ട് ചെയ്യാതെ വോയിസ് കൊടുക്കാനാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. വോയിസ് ഓവർ കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയുക, ഒന്നിരിക്കാൻ പോലും ഒരു ഒഴിവ് കിട്ടാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്നാണെങ്കിൽ ഇന്നത്തെ പോലൊരു മഴ ഇതുവരെ പെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെ തോന്നിയൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം രാവിലെ തുടങ്ങിയ മഴയായിരുന്നു കേട്ടോ. മഴ എന്ന് വെച്ചാലും ഒരമ്മാതിരി മഴ. അതായത് എൻ്റെ ബർത്ത്ഡേ ജൂൺ 25 ബുധനാഴ്ചയായിരുന്നു. അന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ അന്ന് രാവിലെ അന്ന് തന്നെ എനിക്ക് എന്താ പറയുക പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് വേറൊന്നിനും അല്ല, ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റീനു, ഞങ്ങൾ രണ്ടുപേരും കൂടെ മണ്ണാർക്കാട് വന്നതാണ്. അയാനക്കുട്ടി ഉണ്ട് കേട്ടോ, ഇവ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സുഡിയോയിൽ വന്നു. അപ്പോൾ സുഡിയോയിൽ വന്ന് നോക്കുമ്പോൾ സുഡിയോ ഓപ്പൺ ആയിട്ടില്ല. സുഡിയോ 11 മണിയാണ് ഓപ്പൺ ആവണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുന്നിൽ കുറച്ച് നേരം പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 5-10 മിനിറ്റ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ കയറി നോക്കുമ്പോൾ നമുക്കൊന്നും ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ നേരെ നമ്മളുടെ സ്ഥിരം പ്ലേസ് സാമിയ, മണ്ണാർക്കാട്ടേർക്ക് സാമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു വികാരമായിരിക്കും എന്ന് അറിയില്ലേ. അപ്പോൾ സാമിയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമുക്ക് വേണ്ട എല്ലാ ഡ്രസ്സുകളും പർച്ചേസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട്. ടയനക്കുട്ടിക്ക് മഴയാണെങ്കിൽ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞാൽ അവൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഞാനും റീനും കൂടെ ഓരോ ചായയും സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ എടുത്ത് ഇതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയ ടൈം എന്ന് പറയുന്നത് ഒരു 1:45-2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെയാണ് കാക്കു എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം നമ്മളുടെ വീട്ടിലൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. ഞാൻ തലേ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻ്റെ എളാപ്പൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമൊക്കെ ആയി, 3 മാസം ആവാനായി. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 2-2.5 മാസമായി. അപ്പോൾ അവരെ ഇതുവരെ നമുക്ക് വിരുന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരിന്ന് വിരുന്ന് വിളിക്കുന്നുണ്ട്. എളാപ്പൻ്റെ മോനു അതായത് കുഞ്ഞിപ്പി, ഇവർ ഒപ്പാണ് കേട്ടോ. അവിടെ ദുബൈയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവർ വന്നിക്കണത് ഏകദേശം ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ. മോന് കുറച്ച് കല്യാണം പ്രമാണിച്ച് മോന് കുറച്ച് ദിവസം മുമ്പ് വന്നു, ഒരു 5-6 ദിവസം മുമ്പ് വന്നു. കുഞ്ഞിപ്പ അത് കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും അടുത്ത മാസം ജൂലൈ 6-ാം തീയതി പോകുകയാണ്. അപ്പോൾ അവരെ വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വിരുന്ന് വിളിക്കാമെന്ന് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ബർത്ത്ഡേ കൂടെ അല്ല, അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ചൊരു അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരാളെ വിരുന്ന് വിളിക്കുമ്പോൾ നമ്മളവർക്ക് വേണ്ട ഫുഡ് മാത്രം റെഡിയാക്കിയാൽ പോരല്ലോ, നമ്മളുടെ വീടും കൂടെ നമുക്ക് അറേഞ്ച് ചെയ്യണ്ടേ, സെറ്റ് ചെയ്യണ്ടേ, ഒന്ന് വൃത്തിയാക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ മോനു ഇതുവരെ നമ്മളുടെ വീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓന് ഗൾഫിലായിരുന്ന ടൈമിലാണ്, കുഞ്ഞിപ്പി ഗൾഫിലായിരുന്ന ടൈമിലാണ് നമ്മൾ വീടിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സിനു, മോനുവിൻ്റെ വൈഫ്, അവളും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോനുവിനെ കല്യാണം കഴിഞ്ഞാൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാനും കൂടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവരാദ്യമായിട്ട് വീട് കാണാൻ വരികയാണ്. അപ്പോൾ അവരെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ അവരെ മടുപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും വീടൊന്ന് ഒരിക്കലും കാര്യങ്ങളും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നേരത്തിലൊന്ന് അടിച്ചു വരി തുടക്കാൻ പോലും ഇന്ന് രാവിലെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവാനെ പറഞ്ഞാൽ അങ്ങനെ ഞാനും റിനും കൂടെ പോയിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാട്ടേക്ക്. അപ്പോൾ ഇന്നത്തെ റെട്ടങ്ങാറായിട്ട് ഇന്ന് തന്നെ പോകേണ്ട ആവശ്യമുണ്ടാകുന്നു. ഇന്ന് തന്നെ പോകണം എന്നുള്ളത് എനിക്കൊരു വാശിയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അന്ന് തന്നെ പോയി നമ്മൾ എന്ത് ചെയ്തു, അവിടെ തിരിച്ചു വന്നപ്പോഴേക്കും കാക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്കും വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് ചോറ് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരുടെ നമ്മളെ കടയിൽ നിന്ന് ആ ഒരു സാൻഡ്വിച്ചും ചായയും കുടിച്ചതായിരുന്നു. രാവിലെ ദോശയും ചായയും കുടിച്ചത് അതായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു ഫുഡ് എന്ന് പറയുന്നത്. അതിന് പോലും എനിക്കിന്ന് ടൈമോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്നപ്പോൾ കാക്കും ഞാനും കൂടെ
ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നിട്ട് അങ്ങോട്ട് പണികളെടുത്ത് തുടങ്ങിയതാണ് കേട്ടോ. ബാത്റൂം ക്ലീൻ ചെയ്യലും അടിച്ചുവാരലും തുടക്കലും തുണികൾ അടുക്കി പെറുക്കലും അങ്ങനെയുള്ള എല്ലാതും ഞാനും കാക്കും കൂടെ ഒന്നിച്ച് അങ്ങ് നിന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ വീഡിയോ കൂടെ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ സൽക്കാരം നാളേക്ക് മാറ്റേണ്ടി വരും കേട്ടോ. കാരണം നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റൂല, അത്രത്തോളം തിരക്കായി പോയി. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ ഇതാ ചിക്കന് ഞാൻ മസാലയൊക്കെ തേച്ച് വന്നപ്പോഴേക്കും ഞാൻ ചിക്കനും ബീഫൊക്കെ രാവിലെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം നമ്മളിതാ ചിക്കനൊക്കെ മസാല തേച്ച് ഞാനത് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുക്കറിലുള്ളത് ബീഫാണ് കേട്ടോ. ബീഫ് വരട്ടും ചിക്കൻ ബിരിയാണി ആക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പായസമാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ വലിയ നോൺ സ്റ്റിക്കിൻ്റെ ആ ചട്ടിയിൽ പായസമാണ് കേട്ടോ. അപ്പോൾ ആ പായസം എന്ന് പറയുന്നത് ഇന്ന് സൽക്കാരത്തിലേക്കുള്ളതല്ല കേട്ടോ. നമ്മുടെ നെയ്ബേഴ്സൊക്കെ നമ്മളോട് ചിലവില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഫസ്റ്റ് പേയ്മെൻറ്റ് യൂട്യൂബിൽ നിന്ന് കിട്ടിയത് അറിഞ്ഞിട്ട് എല്ലാവരും നമുക്ക് ചിലവില്ലേ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മുറ്റത്ത് കറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ലാ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ പേയ്മെൻറ്റ് കിട്ടിയ ആ ഒരു ഇതും 23-ാം തീയതി പേയ്മെൻറ്റ് കിട്ടി, 25-ാം തീയതി ബർത്ത്ഡേ ഒരു ദിവസത്തെ ഗ്യാപ്പല്ല. അപ്പോൾ രണ്ടും കൂടെ 25-ാം തീയതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ബർത്ത്ഡേൻ്റെ അന്ന് ഒരു ഇരട്ടി മധുരം എന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ രണ്ട് സന്തോഷത്തിന് ഈ ഒരു എന്താ പറയുക പായസം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ തൊട്ടുള്ള ഒരു 5-8 വീടുകളുണ്ട് കേട്ടോ. ആ ഒരു 5-8 വീടുകൾക്ക് എല്ലാ വീട്ടുകാർക്കും ഞാൻ എൻ്റെ ഒരു കുഞ്ഞു സന്തോഷം, ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് എത്രത്തോളം എനിക്ക് ഫീൽ ആയിക്കണമെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം എൻ്റെ ഇത്രയും വർഷത്തെ ഒരു ബർത്ത്ഡേക്ക് ഇതുവരെ ഒരു സ്കൂളിലൊരു മിഠായി പോലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ പാക്കറ്റ് മിഠായി വാങ്ങിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഇന്നേ വരെ ഞാനൊരു മിഠായി പോലും സ്കൂളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സ്ഥാനത്ത് ഇന്നത്തെ എൻ്റെ ഈ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത് നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക എൻ്റെ കൈ കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി അത് ആസ്വദിച്ച് കഴിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു പായസം വലിയ കുഴപ്പമില്ലാത്തൊരു പായസമൊക്കെ ഉണ്ടാക്കി നമ്മളുടെ തൊട്ട് വീടുകളിലുള്ളവർക്കൊക്കെ കൊടുക്കാനും എൻ്റെ വക എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഒരു ഗിഫ്റ്റ് എന്ന രീതിക്ക് കൊടുക്കാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് എത്രത്തോളം സന്തോഷം അഭിമാനവും ഒക്കെ തോന്നിയിട്ടുള്ളൊരു നിമിഷമായിരുന്നു. അപ്പോൾ പായസമൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ അത് കൊണ്ടേ കൊടുക്കേണ്ട ഡ്യൂട്ടിയും കൂടെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിക്കാൻ പിന്നെ ഞാൻ കാക്കൂനെ നിർത്തിയതിന് ശേഷം പായസം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാൻ കേട്ടോ കൊടുക്കണതിന് നമ്മൾ ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വീട്ടുകാർക്കും കൊടുത്തിട്ട് ബാക്കി പായസമാണ് കേട്ടോ ഈ ഉള്ളത്. ജന്മത്തിൽ ആദ്യമായിട്ട് ചെറിയ വർഷത്തിൽ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആദ്യമായിട്ട് എല്ലാരും സന്തോഷിപ്പിച്ചോണ്ടൊരു ബർത്ത്ഡേ. മറ്റേ ഇതുവരെ കേക്ക് പോലും മുറിച്ചിട്ടില്ല കേട്ടോ ഒരു ബർത്ത്ഡേക്ക്. അങ്ങനത്തെ ബർത്ത്ഡാണെന്ന് എല്ലാരും സന്തോഷിച്ചു. അത് ആനിവേഴ്സറിക്ക് മുറിച്ചത്, ബർത്ത്ഡേക്ക് മുറിച്ചിട്ടില്ല. ബർത്ത്ഡേക്ക് ഇതുവരെ മുറിച്ചിട്ടില്ല. ഇതുവരെ സ്കൂളിൽ ഒരു മുട്ടായി പോലും കൊടുത്തിട്ടില്ല. കാരണം 4 മക്കളില്ലേ, 4 ആൾക്കും പാട് മുട്ടായി കൊടുക്കൽ പോസിബിൾ അല്ല. ഒരാൾക്ക് കൊടുത്ത ഒരാൾക്ക് പരാതിയാവില്ല. അപ്പൊ ആർക്കും ഇതുവരെ മുട്ടായി പോലും കൊടുക്കാത്തോടത്ത് അത് പോട്ടെ അങ്ങനത്തോടത്ത് ഇന്ന് ചെറിയ വയസ്സിൽ പ്രായമായിട്ടില്ല കേട്ടോ. ഇത്ര വയസ്സിലെന്ന് പറയുമ്പോൾ മൂത്ത് കരുതുണ്ടാകുമോ. എന്നാലും സന്തോഷല്ലേ, എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കാനും പറ്റി. അയലൊക്കെക്കാർക്കൊക്കെ അതെ സൈസ് ഇതാവായിട്ടാണ്, അല്ലാതെ എടുക്കായിട്ടല്ല കേട്ടോ. സൈസ് അറിയായിട്ടല്ല. ഇനി അഥവാ ഞാൻ എടുത്തുന്നാളെ ഞാൻ അതേമാതിരി എടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് അത് ഇതായില്ല, സൈസ് എത്തിയില്ല. എക്സെൽ തന്നെ പല ഇതും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളായിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാശങ്ങൾ എടുത്തോളി. എല്ലാവർക്കും എടുത്തോക്കണം, നിങ്ങൾക്കും കൂടി ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളായിട്ട് പോയി ഇങ്ങാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാക്കു തകൃതിയായിട്ട് പോയി വെച്ചോണ്ട് കേട്ടോ. അതിന് നിന്നതിനെ പിന്നെ നിന്നോടത്തൊന്നും അനങ്ങണ്ടല്ലോ, ഒരേ ലെവലില് നിന്നാ പോരെ. ഒരു പണിയും പറയൂല. ആയിക്കോട്ടെ. ഇത് നേരായ പിന്നെ ബിരിയാണി പെർഫെക്റ്റ് ആയില്ലേ, വിശ്വസിച്ച്.
എന്നാ പിന്നെ ഞാൻ നിങ്ങള് ആക്കൂലേ അത് തിന്നതാക്കേണ്ടി വരുമോ? അപ്പോൾ കാക്കുവിന് മാത്രം ഷർട്ട് എടുത്തിട്ടില്ല എന്നാട്ടോ പറയുന്നത്. അപ്പോൾ കാക്കുവിന് ഷർട്ട് ഞാൻ അവിടെ നോക്കിയിട്ട് പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് സെറ്റായില്ല. പിന്നെ ഒരു തവണ ഞാൻ ഷർട്ട് എടുത്ത് കൊടുന്നിട്ട് ഇതുപോലെ കാക്കുവിനത് അളവ് ചേഞ്ച് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കാക്കുവിനെയും കൊണ്ട് പോയി കാക്കുവിന് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാക്കുവിന് എടുത്തിട്ടുണ്ടാകുന്നില്ല കേട്ടോ. ആ ഒരു പരാതിയാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ആയിട്ട് പൂതിയായിരുന്നു കേട്ടോ ഒരു ജീൻസിൻ്റെ സ്കേർട്ടും അതിലേക്ക് പറ്റിയൊരു ടോപ്പൊക്കെ എടുക്കണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള പൂതിയായിരുന്നു. അപ്പോൾ ആ ഒരു പൂതി ഞാൻ ഈ ഒരു ബർത്ത്ഡേക്ക് തന്നെ നിർവഹിച്ചിട്ടുണ്ട് കേട്ടോ. എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നമ്മളുടെ മനസ്സിലൊരു കാർട്ടുണ്ടല്ലോ, മീഷോയിലും ഫ്ലിപ്കാർട്ടിലും അല്ലാണ്ട് നമ്മുടെ മനസ്സിലൊരു കാർട്ടുണ്ടല്ലോ, ആ ഒരു കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ ഈ ഒരു ജീൻസിൻ്റെ സ്കേർട്ടും ടോപ്പും. അത് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങളും എനിക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ എൻ്റെ മനസ്സിലൊരു ലിസ്റ്റിൽ ഇട്ട് വെക്കും കേട്ടോ. അതിൽ ഓരോന്ന് ഇങ്ങനെ സാധിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവർക്കും എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ കാണിച്ച മാക്സി ഉമ്മാൻ്റെതും ഈ ടീഷർട്ട് ഉപ്പാൻ്റെതും ഈ ഒരു കുപ്പായം അയാനക്കുട്ടിൻ്റെതാണ് കേട്ടോ. ഈ ഒരു കുപ്പായം ഇവാൻ്റെതാണ്. ഫസ്റ്റ് കാണിച്ച മിഡിയും ആ വൈറ്റ് കുപ്പായം എൻ്റെയാണ് കേട്ടോ. ആ മിഡിക്കുള്ള കുപ്പായമാണത്, ടോപ്പാണത്, ക്രോപ്പ് ടോപ്പാണത്. പിന്നെ ഈ ഒരു പാൻറ്റ് ലൂസ് പാൻറ്റ് എൻ്റെ അടുത്ത് ആകെ ഒരൊറ്റ പാൻറ്റുള്ളൂ കേട്ടോ, ഒരു ജീൻസിൻ്റെ പാൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കൊന്നുകൂടെ വേണം എന്നുള്ളൊരു പൂതി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഷർട്ട് ഇവിടുത്തെ ഒപ്പാൻ്റെയാണ് കേട്ടോ, കാക്കുവിൻ്റെ ഒപ്പാൻ്റെയാണ്. ഇവിടുത്തെ ഉമ്മാക്ക് മാക്സി എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ വന്നപ്പോൾ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അങ്ങനെ വലിയൊരു എമൗണ്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കിട്ടിയ എമൗണ്ട് കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, സാധാരണ ബർത്ത്ഡേക്ക് ഇങ്ങോട്ടാണ് കിട്ടാറ്, പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു ബർത്ത്ഡേക്ക് ഞാൻ അങ്ങോട്ട് എല്ലാവരെയും കൊടുത്തുങ്ങാണ്ട് അതും എൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതിനേക്കാളും ഇരട്ടി സന്തോഷമാണ് നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ കേട്ടോ. എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഉപ്പാക്കാണെങ്കിലൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയാണ് കേട്ടോ എനിക്ക് അത്രത്തോളം സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്ന നിമിഷം ഇവിടുത്തെ ഉപ്പാക്കൊക്കെ കൊടുത്തപ്പോൾ. എന്താ പറയുക, ഇനിയിപ്പോൾ അതാ ഞാൻ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ അതിനിടയിൽ നോക്കുന്നുണ്ട്. കിട്ടുന്ന ഗ്യാപ്പിൽ അങ്ങനെ ഓരോരോ പണികൾ എടുക്കും, ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം കിടക്കാനായപ്പോഴേക്കും എൻ്റെ കാല് കടഞ്ഞിട്ട്, എൻ്റെ കാലങ്ങനെ അധികം വെള്ളം ഇത് തട്ടി അധികം പണി കാലിന് വന്നു കഴിഞ്ഞാൽ എനിക്ക് കാല് കടച്ചിൽ വരും കേട്ടോ. പിന്നെ എനിക്ക് തീരെ സഹിക്കാൻ കഴിയൂല. പിന്നെ കാക്കു തൈലൊക്കെ ഇട്ട് ഒഴിഞ്ഞിട്ടാണ് കേട്ടോ അന്നൊന്ന് കിടന്ന് കണ്ണും ബീറ്റുണ്ടാകുന്നത്. എന്നിട്ട് പിന്നെ കാക്കു പറയുകയും ചെയ്തു, ഇനി നമുക്ക് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഫുഡ് വാങ്ങാം, അണക്ക് ഇങ്ങനെ റിസ്ക് എടുക്കണ്ടല്ലോ, ഈ ഇങ്ങനെ ഇടങ്ങാറാവണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കാക്കു ഇങ്ങനെ പറയണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആരെങ്കിലും വരുമ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണത്. അതുകൊണ്ടാണ് ഞാൻ എന്നെ കുക്ക് ചെയ്തോളാന്നുള്ളത് പറയണത്. പക്ഷെ ആ ഒരു കുക്കിങ് നമ്മൾ സ്ലോ ആയിട്ട് സമാധാനത്തിൽ ചെയ്യുന്ന പണി ഒരു 10 മിനിറ്റ് നേരം ഞാൻ നിന്ന് ഒരിത്തിരി അർജൻറ്റ് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അന്ന് എൻ്റെ കാല് പണി മുടക്കും കേട്ടോ. കാല് കടഞ്ഞിട്ട് പിന്നെ എനിക്ക് അന്ന് രാത്രി കിടക്കാനോ ഇരിക്കാനോ ഒരടി നടക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയൂല. എനിക്ക് രാത്രി കിടക്കുമ്പോൾ കരച്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രത്തോളം വേദന ഉണ്ടായിരുന്നു. എപ്പോഴാണ് കടന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ കാക്കൂനെ നേരത്തെ നീച്ച് പോകും വേണം, അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ ചോറിൻ്റെ ഒക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതാ എന്താ പറയുക, ബീഫ് വരട്ടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഈ ഡെയിലി വ്ളോഗ് ഇൻട്രസ്റ്റ് ഇല്ല കാണാൻ, ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇത് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട്. എൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഞാൻ മാത്രമൊന്നല്ല ഈ ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ഒരാൾ, പലരും യൂട്യൂബിൽ ഡെയിലി വ്ളോഗും ഡേ ഇൻ മൈ ലൈഫും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു വീട്ടിലിരുന്നെങ്ങാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെയാണ് കേട്ടോ, എൻ്റെ ഡെയിലി വ്ളോഗ്. അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. അത് നമുക്ക് എൻ്റെ ഒരു കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതാ ബീഫും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ആ ഒരു വെള്ളം അതിൽ തന്നെ വറ്റി ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ശമ്പളം കിട്ടിക്കാണേ ഞാന്
ശമ്പളം കിട്ടി ഫസ്റ്റത്തെ കട്ടാക്കട്ടെ ചെറുക്കന് വേറെ ഉണ്ട് ഇത് ഇങ്ങക്കാണേ പിന്നൊക്കെ നോക്കേ കുട്ടിക്കുണ്ടോ കുട്ടിയെ മുത്തത്തെ ഇവിടുത്തെ ഉപ്പാക്ക് കാക്കുവിൻ്റെ ഉപ്പാക്ക് ഒരു 10-75 വയസ്സിൻ്റെ മുകളിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉപ്പാക്ക് യൂട്യൂബ് എന്താണോ യൂട്യൂബിൽ വീഡിയോ ഇടുക അതിൽ നിന്ന് പൈസ കിട്ടുക അതൊന്നും ഉപ്പാക്ക് അറിയൂല. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ശമ്പളം കിട്ടി ഫസ്റ്റത്തെ ശമ്പളം എന്നൊക്കെ ഉപ്പാനോട് പറയുന്നത്. കാരണം അവർക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. നമുക്കല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയ അതിന്ന് വരുമാനം എന്നുള്ളതൊക്കെ. അവരുടെ രീതിയിൽ ജോലിക്ക് പോകുക വരുമാനം കിട്ടുക അങ്ങനെ ഒരു ഇതല്ലേ ഉള്ളൂ. അപ്പോൾ ഉപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടട്ടെ ഇനിയും കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹിച്ച പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഉപ്പാക്കും ഉമ്മാക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് അവരുടെ മുഖത്ത് ആ ഒരു ചിരിയും ആ ഒരു സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഉപ്പ പറയണുണ്ടോ അത് ചെറുക്കന് കൊടുത്തോളാം ഉപ്പായെന്ന് കാക്കുവിന് കൊടുത്തളാന്നാട്ടോ പറയണു. ഉപ്പ എന്തും അങ്ങനെ തന്നെയാണ്. അത് കൊടുത്തള അല്ലെങ്കിൽ അത് അവിടെ വെച്ചളിയും എന്തെങ്കിലും കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ വെച്ചളി അല്ലെങ്കിൽ കുട്ടികൾ കൊടുത്തളി അങ്ങനെ ഒരു വർത്താനായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ എടുത്തു ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ എന്ന് പറയൂലേ. അങ്ങനെ എന്തായാലും ഇതാ ചിക്കനും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് മസാലയിലേക്ക് ഇട്ട് മസാലയൊക്കെ റെഡിയാക്കി പിന്നെ അതിലേക്ക് ചോറ് ഊറ്റിയിട്ട് നമ്മൾ ദം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇനി എന്താ വൃത്തിയാക്കണത് ഇതിലൊക്കെ സിനിമ പഠിച്ചവരെ പെട്ട് ഇതുണ്ടാകും സിനിമേ അകതരായിരിക്കും സിനിമാവേ സിനുവിനെ പടിയാണ് ഇതിനെ ചുറിച്ചൂടെ കൂടെ വാവ് അങ്ങനെ അറിയുന്നത് ആന്ന് അന്യൊന്ന് വൈവാസാക്കാൻ നോക്കുമ്പോ ഇരുന്നോ മോന് കഴിഞ്ഞിരുന്നെങ്കിൽ മരുന്നോളി അതൊക്കെ കാണിച്ചിട്ടുണ്ട്. കവർ മാറിക്കണോ? മാറിക്കണോ അത് പുരുഷനെ അനുഗ്രഹിക്കണം. നോക്കിയാക്കി എന്നാലും തോനെ കിട്ടട്ടെ. പറ്റിയ എന്ത് അതവിടെ നല്ലതേ ഉള്ളൂ. മറ്റൊക്കെ ഇത് ഭയങ്കര ഡേറ്റ് അമ്മ അങ്ങനത്തെ ഇടുന്നതാണ്. അലാക്കിന്റെ പുള്ളിയാറ അപ്പം അമ്മ അങ്ങനത്തെ ഇടുന്നതാണ് പറയാ. പറ്റിയില്ലേ ഇപ്പ പറ്റിയില്ലേ നല്ല പറ്റിയത് അതെടുത്തത് അല്ലടാ കാക്കി കളർ നല്ലത്. ഹലോ ഗായ്സ് യൂട്യൂബേഴ്സ് ചാറ്റ് എടുത്താ പിന്നുള്ളതൊക്കെ നിങ്ങളവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ കേട്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ആക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്